ഹായ് എവരിവൺ. സോ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. കാര്യം പേഴ്സണലി കുറേ കാര്യങ്ങളുടെ തിരക്കും, പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ കുറേ പരിപാടികളും, എറണാകുളത്ത് നമ്മളൊരു ഓഫീസ് ഉടനെ ലോഞ്ച് ആവണതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ഓട്ടം തന്നെ ഓട്ടം. സോ വാസ് ബിസി വിത്ത് സോ മെനി തിങ്സ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു കാര്യങ്ങളിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നല്ല രീതിക്കുള്ള വീഡിയോസുകളൊക്കെ വരും. ഒരുപാട് ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ്സ്, കുറേ മൈൻഡ് സെറ്റ് റിലേറ്റഡ് കണ്ടൻറ്റ്സ്, ട്രേഡിംഗ് കണ്ടൻറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ. ഒരുപാട് കണ്ടൻറ്റ്സുകൾ നമുക്ക് അങ്ങോട്ട് വരുന്നത് ദിവസങ്ങളിൽ നമുക്കുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രഷ് വീഡിയോ ആണ്. ഈ വീഡിയോ തൊട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഇപ്പം ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണതും ഫ്രഷായിട്ട് എല്ലാം കളഞ്ഞിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണതും രണ്ടാണ്. സോ ഐ ബിലീവ് ഇൻ ദ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ റിമൂവ് ചെയ്തു. ഫസ്റ്റ് പാർട്ടായിട്ട് ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആയാലും ഒരു സ്ട്രാറ്റജി കണ്ടൻറ്റ്സ് ആയാലും ഇതിലൊക്കെ ഉപരി എനിക്ക് തോന്നി ഫസ്റ്റ് ഒരു വീഡിയോ വി ക്യാൻ ടോക്ക് അബൌട്ട് സൈക്കോളജി. എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുള്ളത് ഏറ്റവും പ്രോപ്പർ മൈൻഡ് സെറ്റ് ആണല്ലേ. ഈ മൈൻഡ് സെറ്റ് ഇല്ലാതെ ചെയ്യണതാണ് ഏറ്റവും ഇഷ്യൂസ് ഉണ്ടാവുന്നതും. അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല, നമ്മൾ പകുതി എത്തുമ്പോൾ സ്റ്റക്കാവും. ബിക്കോസ് വി ഡസൻറ്റ് ഹാവ് എ പ്ലാൻ വേണം. അതേപോലെ തന്നെ നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം, വി നീഡ് ഡിസിപ്ലിൻ. അപ്പം ട്രേഡിങ്ങിലേക്ക് എൻ്റർ ആവുന്ന ആൾക്കാർ ജസ്റ്റ് ഇമാജിൻ, ഈവൻ നിങ്ങൾ ചിലപ്പോൾ കുറേ ഫ്ലാഷി ലൈഫ് സ്റ്റൈലും കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുറേ പ്രോഫിറ്റ്സുകളും ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് ചാടി വീഴുന്നത്. ബട്ട് ഇതിൽ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് തിങ് ആയിട്ട് ഇതിനെ കാണാതെ, ഓക്കെ, നമ്മുടെ എക്കോണമിയിൽ നമുക്ക് ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻകം കൊണ്ടുതരാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണിത്. ബട്ട് ഇറ്റ് ഹാവ് റിസ്ക്. കാര്യം നമ്മൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പൈസ യൂസ് ചെയ്ത് കളിക്കുന്ന ഓരോ പരിപാടിക്കും അതിൻ്റേതായ ഗുഡ് സൈഡും ഉണ്ടാവും, ഡെഫിനറ്റ്ലി ബാഡ് സൈഡും ഉണ്ടാവും. സോ ഒരു കാരണവശാലും ബ്ലൈൻഡായിട്ട് ഒന്നും കണ്ടിട്ട് ഇതിലേക്ക് വരാൻ നിൽക്കരുത്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. സൈക്കോളജിയുടെയൊക്കെ ഫസ്റ്റ് പാർട്ടായിട്ട് വേണമെങ്കിൽ ചിന്തിച്ചോ. ഫസ്റ്റ് റിയലൈസ് എന്തിലേക്കാണ് പോകാൻ പോകുന്നത്, എന്തിനാണ് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക. സ്ട്രാറ്റജി, ബൈ, സെൽ, ഇതൊക്കെ സെക്കൻഡ് തിങ് ആണ്. അതൊന്നും ആദ്യമേ ചിന്തിക്കണ്ട. നമുക്കൊരു കാര്യത്തിലേക്ക് എൻ്റർ ആകുമ്പോൾ എന്തായാലും ഒബ്വിയസ്ലി നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഞാൻ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് വന്നത്, എന്ത് കാരണത്തിനാണ് വന്നതെന്നുള്ളത്. അത് നിങ്ങൾ മൈൻഡിൽ ചിന്തിക്കുക. 2, നമുക്ക് ഒരു ദിവസം കൊണ്ട് റിച്ച് ആവണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി റിച്ച് ആയിട്ടും അത് സ്റ്റേബിളായിട്ട് സ്റ്റെബിലിറ്റിയോടെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഫസ്റ്റ് പാർട്ട് ചിന്തിക്കണം, ഓക്കെ, എനിക്ക് പെട്ടെന്ന് റിച്ച് ആവണം, ഇതിൽ പെട്ടെന്ന് പൈസയുണ്ട്, കുറേ ആൾക്കാർ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. നോ, ആ ഒരു മൈൻഡ് സെറ്റ് വഴി ഇതിൽ എൻ്റർ ചെയ്യാൻ നിൽക്കരുത്. വേസ്റ്റാണ്. നിങ്ങൾ സർവൈവ് ചെയ്യില്ല, നിങ്ങൾ ഫെയിലാവും. എന്നാൽ ഇതിലൊരിക്കലും പൈസ കിട്ടില്ല എന്നും പറഞ്ഞല്ല വരേണ്ടുള്ളത്. ഇതിൽ പൈസ കിട്ടും, അതൊരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അപ്പം മെയിൻ പ്രൊഡക്റ്റ് എന്താണ്? നമ്മുടെ സ്വന്തം ക്ലീൻ ആൻഡ് സ്റ്റേബിൾ മൈൻഡ് സെറ്റ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കോമൺ സെൻസോടെ ചിന്തിക്കാനും ലോജിക്കലി ചിന്തിക്കാനും പറ്റിയ ഒരു ക്ലീൻ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, കുറേ ബൈ ഇടാം, സെല്ലിടാം, അവിടെ സ്ട്രാറ്റജി പഠിക്കാം, ഇവിടെയും സ്ട്രാറ്റജി പഠിക്കാം, കുറേ കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് വേസ്റ്റ് ആവാം, സമയം പോവും. അതുകൊണ്ട് സൈക്കോളജിക്കലി നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് ട്രേഡിംഗ് എന്നും മാത്രമല്ല, ഏതൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴും നമ്മളതെല്ലാം മാക്സിമം പഠിച്ചിട്ടായിരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇനി ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് റിച്ച് ആവണം, ഇതിനകത്ത് എന്തോ പൈസകൾ നിറഞ്ഞു കിടക്കുകയാണ്, നമ്മൾ ചെന്ന് കുറച്ച് ബൈയും സെല്ലും ഇട്ട് കഴിഞ്ഞാൽ പൈസയും അക്കൗണ്ടിൽ വരും. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പൈസ ഉണ്ടാക്കില്ലേ. അപ്പോൾ അത്ര ഈസി അല്ല ട്രേഡിങ്. ബിക്കോസ് യു ആർ പ്ലേയിങ് വിത്ത് യുവർ ഇമോഷൻസ്. അത് നമ്മൾ എന്ന് ക്രാക്ക് ചെയ്യുന്നോ അന്ന് നിങ്ങളിതിൽ സക്സസ്ഫുൾ ആവും. അതായത് ഞാനും വന്നിരുന്ന് കോടികളുണ്ടാക്കി, എൻ്റെ ഒരു ലാംബോർഗിനി ഉണ്ട്, ഇതൊന്നും അല്ല ഞാൻ പറയണത്. ഓക്കെ, ഐ എം ഓൾസോ എ ട്രേഡർ. ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ട്രേഡറാണ് ഞാൻ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. അതേപോലെ തന്നെ അതൊരു ലോജിക്കലിയും കോമൺ സെൻസും യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ കുറേ നാൾ കരിയറിന് ശേഷം, കുറേ ഇയേഴ്സിന് ശേഷമാണ്. സ്ട്രാറ്റജീസ് അല്ല ഇവിടെ മെയിൻ പാർട്ട്, ബൈ സെൽ അല്ല മെയിൻ പാർട്ട്. ദ വൈ, എന്തിനാണ്, എന്തിനു വേണ്ടി, എന്താണ് ഇതൊക്കെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയനെയാണ് ഞാൻ പറഞ്ഞത് കോമൺ സെൻസ്, ലോജിക്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ.
ഒരു സ്ട്രാറ്റജി പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ടിൽ വന്നാൽ ബൈ എടുക്കണം, റെസിസ്റ്റൻസിൽ പോയാൽ സെല് ചെയ്യണം. ഇത് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ നമ്മൾ ഇമോഷൻസ് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണത് പ്രോപ്പർ സപ്പോർട്ടാണോ, പ്രോപ്പർ റെസിസ്റ്റൻസ് ആണോ, ഇതെന്താ നമുക്ക് ഡൗട്ട് വരുന്നത്? ക്ലിയർ മൈൻഡ് സെറ്റ് ഇല്ല. മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സ്റ്റഡി. ഓരോ മൂമെൻറ്റ്സിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ അതേപോലെ ഒരു കാര്യം അനലൈസ് ചെയ്യുന്ന പോലെ ഒരു ബിസിനസ്സുകാരൻ, ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തൊരു വ്യക്തി, പുള്ളി കുറേ കാര്യങ്ങൾ പഠിക്കും. നല്ല ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പറയാം, അല്ലാതെ ഇത് കണ്ടുകൊണ്ട് അയാൾ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി എന്നും പറഞ്ഞ് ചാടുന്ന ആൾക്കാരെ അല്ല പറയണത്. പ്രോപ്പർ ഗായ്, അയാൾക്ക് അതാണ് അയാളുടെ മെയിൻ സോഴ്സ്. അപ്പോൾ അയാൾ അതിനെപ്പറ്റി ഫുൾ പഠിച്ചു. അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം അയാൾ പഠിക്കും. അതിപ്പോൾ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്ന് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫ്രൂട്ട്സ് കടയിൽ കൊണ്ടുവച്ചാൽ അത് കേടായി പോയി കഴിഞ്ഞാൽ അയാൾക്ക് ലോസാണ്. അപ്പോൾ അതോ അയാൾ അറിയണം, എന്നും കച്ചവടം നടക്കണമെന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതെങ്ങനെ പുള്ളി മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പുള്ളി തറോലി മനസ്സിലാക്കി എടുത്ത എക്സ്പീരിയൻസ് ത്രൂ ആയിരിക്കും. അതേപോലെ അത് അയാളുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. ബട്ട് ഒരാളുടെ മൈൻഡ് സെറ്റ് ഒരാൾക്ക് കോപ്പി ചെയ്യാനും പറ്റില്ല, ബട്ട് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. സ്ട്രാറ്റജീസ് പഠിച്ചു ഒരു സ്ട്രാറ്റജീസിൻ്റെയും കുറ്റം പറയുമല്ല. സൈക്കോളജിക്കലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം അതിനെ പ്രോപ്പറാക്കാൻ നോക്കണം. അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഫുള്ളി ക്ലിയർ ചെയ്യാൻ പറ്റണം. ഇതൊരു റിച്ച് ക്യൂബ് ഗെയിം അല്ല, പറഞ്ഞ് പഠിപ്പിക്കണം. 2, നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റിയൊരു പ്രൊസീജിയർ അല്ല. 3, ഇതിൽ നമ്മളെപ്പോലത്തുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് നമ്മളെ ഓൺ മണി വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. ഇതിലുണ്ടാകുന്ന ഹ്യൂജ് വോളിയം ഈ മാർക്കറ്റിനെ ഈവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതേപോലത്തെ ബിഗ് ഷാർക്സോ ബിഗ് വെയ്റ്റ്സോ ബിഗ് പ്ലെയേഴ്സോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എന്ത് വേണമെങ്കിലും അവരെ പേരിൽ വിളിക്കാം, അവരുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇതേപോലെ വോളറ്റൈൽ ആവുന്നത്. സോ വി ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് ദ ബിഗ് ടീംസ്. അപ്പോൾ ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സ് ഇതിൽ ആക്റ്റീവായിട്ടാണ് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളിടുന്ന $100, $1000, $10,000 അല്ല മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതാദ്യം മനസ്സിലാക്കിയാൽ യു ക്യാൻ സീ ആൻഡ് യു വിൽ റിയലൈസ് എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന്. അല്ലാതെ ബ്ലൈൻഡായിട്ടും ഒരു കാര്യവും അറിയാതെ ജസ്റ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരിക്കലും ആരും ചെയ്യുന്നത് കൊണ്ടുകൊണ്ട് ചാടാൻ നിൽക്കരുത്. യു നീഡ് എ ക്ലിയർ മൈൻഡ് സെറ്റ്. യു നീഡ് ടു ബി അവെയർ വാട്ട് യു ആർ ഡൂയിങ്. അപ്പം ക്ലിയർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഡിസ്ട്രാക്റ്റഡ് ആവരുത്, നോയ്സ് ഉണ്ടാക്കരുത്, ഒന്നും കണ്ട് ചാടരുത്. സ്ലോ, പേഷ്യൻ്റ്ലി മനസ്സിലാക്കുക, വെയിറ്റ് ചെയ്യുക, പഠിക്കുക. അത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എസ്പെഷ്യലി ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സൈക്കോളജി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പേഷ്യൻ്റ്ലി സമാധാനത്തിൽ ഈ ഒരു പ്രൊസീജിയറിനെ കണ്ടാൽ മാത്രമായിരിക്കും ഒരു സമാധാനം ഉണ്ടാകുന്നത്. അഗ്രസീവ് മോഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാത്തതും നിങ്ങൾ ഇമോഷൻസ് ചെയ്യിപ്പിക്കും. സോ അപ്പം അതിൽ എന്താ പറയുക, നല്ല ക്ലിയർ മൈൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്സ് ആയിട്ടും ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുക. മിക്സിങ്ങും മറ്റത് മറിച്ചത് കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യം വളരെ സിമ്പിളാക്കുക. സിമ്പിളായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോന്നിൻ്റെയും വൈ ബിഹൈൻഡ് ദ ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്തിനാണ് ഇപ്പോൾ റാലി പോയത്, ഒരു റാലി ഡൗൺ സൈഡ് വന്നു, ഒരു റാലി അപ്പ് സൈഡിലേക്ക് പോയി, റീഡ്, സ്റ്റഡി, അതിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി കുറേ ഡീറ്റെയിൽ സ്റ്റഡികളും കാര്യങ്ങളും നമ്മുടെ ട്രേഡ് റീക്യാപ്സിലൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സൈക്കോളജി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു റോ ടോക്കാണ്, ഇതിനകത്ത് ഓവർ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതേപോലെ സംസാരിക്കും. കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം കണ്ടാൽ മതി, ഇല്ലാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഇതിനകത്ത് ഒരു യൂസ്ഫുൾ കണ്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോളി ഗ്രേൽ സ്ട്രാറ്റജീസ് ഒന്നും സെല് ചെയ്യാനില്ല, ഇവിടെ റിച്ച് ക്യൂ ഗെയിംസുകളില്ല. എന്താണ് ഇതിൻ്റെ സിസ്റ്റം, ഇതെങ്ങനെ വർക്കായി അത് പഠിക്കാനും അനലൈസ് ചെയ്യാനും അത് എൻ്റെ ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടൻറ്റ് സൈക്കോളജി തന്നെ ആയിക്കോട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും വരും.